അമ്മച്ചി അവിടെ വന്ന്. അമ്മച്ചി എന്നെ അമ്മച്ചി എന്ന് വിളിക്കരുത് നിന്നോട് പറഞ്ഞിട്ടില്ലടാ. ഞാൻ പിന്നെ എടാ എനിക്ക് എത്ര വയസ്സായി നിനക്ക് അറിയാമോടാ? അമ്മച്ചി വരും. എടാ ഈ വരുന്ന ചിങ്ങത്തില് അവിട്ടത്തിന്റെ എനിക്ക് 37 വയസ്സ് തകയും. ഏത് ചിങ്ങത്തില് 37? വരുന്ന ചിങ്ങത്തില് ഞാൻ പോയേക്കാം. പക്ഷെ നരേന്ദ്ര സാർ അന്വേഷിച്ചു. എന്താ കുക്കുരു? നിങ്ങളാണ് ലീലാവതി ചേച്ചിയോട് യേശുയുടെ കാര്യം പറഞ്ഞത്? ആണെങ്കിൽ അവരത് ആശുപത്രി കൊണ്ടുപോകണം. ശബ്ദം വരുന്നില്ല പോലും. തൊണ്ടയുടെ ഫീസ് അടിച്ചു പോയത്. സത്യം തന്നെയാണേ. നേരിട്ട് ചെന്ന് അന്വേഷിച്ചാ മതി. പറയും സത്യമാണോ കള്ളമാണോ എന്നൊക്കെ. ദൈവമേ, കണ്ണിന് കയം കാണിക്കരുതെന്ന് പറയും. അതുങ്ങൾ കയം കണ്ട മതി കാണാത്ത മതി എടുത്ത് ചാടിക്കളയും. അതുപോലെ ആയല്ലോ ഭഗവാനെ. അപ്പുറത്തെ ലീലാവതി കുഞ്ഞ് തണുപ്പുണ്ട്. എനിക്ക് വയ്യേ. തണുപ്പത്ത് കിടന്ന് ശബ്ദം പോയി. ആശുപത്രി കൊണ്ടുപോയിരിക്കുകയാണ്. തൽക്കാലം AC ഒക്കെ വെച്ച് കെട്ടാൻ പോണത്. കുഞ്ഞിന്നലെ AC ഇട്ടോണ്ടാണ് കിടന്നത്. അയ്യോ എന്തോന്നു? അയ്യോ എന്റെ അമ്മ ഇതെന്തോന്നു? അയ്യോ ഈ സതികുഞ്ഞിന് എന്ത് പറ്റി? അയ്യോ എന്റെ ദൈവമേ, ഇതെന്തോ പകർച്ച വ്യാധിയാ. മോനെ പപ്പ പപ്പ. അയ്യോ എനിക്ക് വയ്യേ. AC ഒക്കെ വെച്ചിട്ട് എങ്ങനെയുണ്ട്? പക്ഷേ അധികം ഉപയോഗിക്കരുത്. തൊണ്ടവേദന വരും, ശബ്ദം പോവും. പിന്നെ പത്മകുമാർ എപ്പോഴും എന്നോടൊപ്പം ഇങ്ങനെ നടക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. പത്മകുമാർ എന്താ ആക്ഷൻ മാത്രം, ഡയലോഗ് ഒന്നുമില്ലേ? തൊണ്ട അടിച്ചിരിക്കുവാണോ? തീരുമാനിച്ചില്ല ചേച്ചി, തീരുമാനിച്ചു. ഓരോ കാര്യവും ആദ്യം നമുക്ക് അത്യാവശ്യമുണ്ടോ എന്ന് നോക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ അവസ്ഥ കണ്ടത് മാറ്റണം. അല്ലാതെ ആരോടെങ്കിലും മത്സരിക്കാനായിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാ ഇതായിരിക്കും ഫലം. ഏതായാലും തൊണ്ടയൊക്കെ ശരിയായല്ലോ. അത് എന്നെ വലിയ പുണ്യം. AC ഇനി കുറച്ച് ദിവസത്തേക്ക് ഓഫ് അയച്ചി. അപ്പുറത്തെ ലീലാവതി കുഞ്ഞ് അങ്ങനെ എന്നെ പറഞ്ഞിരിക്കണത്. ഏതായാലും വലിയൊരു അപകടം മാറിപ്പോയതുപോലെ. നിങ്ങൾ അപകടം മാറി, പക്ഷേ എനിക്കൊരു അപകടം വിടാതെ പിടികൂടിയിരിക്കുക. അതാരാ? എന്താ മാവ? എന്താ? ശാരദ കുട്ടിയുമായി എങ്ങനെയാ? എന്താ? ശാരദയ്ക്ക് കുട്ടിയുമായി നല്ല അടുപ്പമുണ്ടോ? കുട്ടിയായിട്ടോ? ഏത് കുട്ടി? എന്താ അമ്മാവ, ഏത് കുട്ടിയുടെ കാര്യം അമ്മാവ പറയുന്നേ? ലതക്കുട്ടി. ലതക്കുട്ടിയോട് ശാരദ എന്നെ ഒന്ന് പുകഴ്ത്തി സംസാരിക്കണം. എന്താ എന്ന് വെച്ചാ എന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണം. ബൂസ്റ്റ്? അതെ, ഞാൻ വെറും പാവുക, നല്ലവനാ, ഒറ്റപ്പെട്ടവനാ, സ്നേഹിക്കാൻ മാത്രമേ എനിക്കറിയാവൂ, ദുഃഖത്തിന്റെ കൂടാണ് എന്നൊക്കെ പെണ്ണുങ്ങൾ പറയുന്നത് പെണ്ണുങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് കയറും. അമ്മ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒറ്റപ്പെട്ടവനാ കുട്ടി. അതും മനസ്സിലായില്ല. എന്റെ മൃദുല വികാരങ്ങൾ പങ്കുവെക്കാൻ ആരുമില്ല. വിശ്വനാഥ് സാറ് വന്നല്ലോ. സാറാവുമ്പോ ലത ചേച്ചിയോട് സംസാരിച്ചോളും. അത് മതിയെന്നേ. അല്ല അവനാണ് ഇങ്ങനെ ഒരു ആഗ്രഹമുള്ള സ്ഥിതിക്ക് പറഞ്ഞ. അതെ, ഒന്നുമില്ലടാ. ഞാനൊരു കഥ പറഞ്ഞുതരാം. സിംഹവും ആനയും കൂടെ ദോശ തിന്ന കഥ. നീ വാടാ മക്കളെ. ഒരിടത്തൊരിടത്തൊരു ദോശ ഉണ്ടായിരുന്നു കേട്ടോ. ആ ദോശ ഇങ്ങനെ ഒരു ദിവസം നിൽക്കുമ്പോഴേ അത് വഴി